ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അതിന് കിട്ടിയ കുറച്ച് ഗിഫ്റ്റുകളാണ് നിസാം ബേബി തന്നത്, സാബിര തന്നത്. ചെറിയ ഗിഫ്റ്റുകളാണ്. ഓക്ക് നമുക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ തന്നെ ഇത് ആയിഷ കുട്ടി തന്ന ഗിഫ്റ്റാണ്. ഇത് ഉപ്പ കൊടുത്ത ഒരു സർപ്രൈസാണ്. ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല, പെട്ടെന്ന് കിട്ടിയ ഒരു സർപ്രൈസാണ്. രാത്രി 10 മണി. നമുക്ക് കണ്ടു നോക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to you. Happy birthday to you, Zahra. Happy birthday to you, my heart. അപ്പോൾ ഇക്കാക്ക പൊതുവേ ഈ ബർത്ത്ഡേ ആഘോഷമൊന്നും വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എന്തിനാ അറിയില്ല, മോൾ ഇന്നലെ രാത്രിയേ തുടങ്ങി. നാളെ എന്തായിരിക്കും എനിക്ക് തര സമ്മാനം, എന്തായിരിക്കും ഗിഫ്റ്റ് ഒന്നും പറയില്ല. പക്ഷേ എനിക്ക് സർപ്രൈസായിട്ട് കിട്ടാൻ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉപ്പ വിചാരിച്ചതാണ് ഇങ്ങനെ കൊടുക്കാൻ. പക്ഷേ രാവിലെ ഷോപ്പിൽ പോയാൽ രാത്രി 10 മണിയാവും തിരിച്ചെത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർക്ക് അങ്ങനെയൊന്നും ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടില്ല. ആ സമയം കിട്ടിയത് കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ അതാ പറഞ്ഞ് വീഡിയോ ഒന്നും എടുക്കല്ലേ എന്നാണ് ഇങ്ങനെ ഷോപ്പിൽ നിന്ന് വന്ന പാടെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അത് ഉപ്പാക്കൊരു സന്തോഷം, മോക്ക് സന്തോഷമല്ലേ അല്ലേ. അപ്പോൾ നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന ചെറിയ സന്തോഷങ്ങൾ, ഗിഫ്റ്റുകൾ അവർക്ക് എന്നും ഓർത്തിരിക്കാൻ ഒരു അവസരം. അപ്പോൾ എൻ്റെ ഉമ്മ എനിക്ക് ചെറുപ്പത്തെ അങ്ങനെയാണ്. ആ ദിവസം ഞാൻ എവിടെ ഉണ്ടെങ്കിലും ഒരു ഫോൺ വിളിക്കും, രാവിലെ വിളിച്ചിട്ട് പറയും. അപ്പോൾ അതുപോലെ അത് ഭയങ്കര ഒരു സന്തോഷം. ചിലപ്പോൾ നമ്മൾ തന്നെ മറന്നു പോകാറുണ്ട് നമ്മുടെ ബർത്ത്ഡേ എന്നാണുള്ളത്. പക്ഷെ മാതാപിതാക്കൾക്ക് എന്നും അത് ഓർമ്മയിലുണ്ടാവും. മക്കളങ്ങനെ മറക്കില്ലല്ലോ. അപ്പോൾ ഒരു ഇഷ്ടം കൊണ്ട് അങ്ങനെ ചെയ്തതാണ്. രാത്രി 10 മണിയായതുകൊണ്ട് ഫ്രണ്ട്സ് ആരും ഉണ്ടായിട്ടില്ല, ഫാത്തിമ കുട്ടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഓക്ക് ഭയങ്കര പറഞ്ഞില്ലേ, എൻ്റെ ഫ്രണ്ട്സ് ആരും ഇല്ലല്ലോ ഉമ്മ. അപ്പോൾ എന്തൊക്കെയോ പറയുന്നിട്ട് കേട്ട് നോക്കാം. ജീവിതത്തിൽ തരാത്തൊരു സമ്മാനം. ഒന്നാം വയസ്സിൽ ആദ്യമായിട്ട് ഇതാക്കിയതാണ്. ഇപ്പോൾ 30-ാം വയസ്സിലാണ് ഇതാക്കുന്നത്. അപ്പോൾ ഇക്കാക്ക നാട്ടിലിരിക്കുമ്പോൾ മാത്രമേ ഇങ്ങനത്തെയൊക്കെ ആഘോഷങ്ങൾ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 1ാം ബർത്ത്ഡേ ആഘോഷിച്ചു. ഇപ്പോൾ 9ാം വയസ്സായി എൻ്റെ മോൾക്ക്. ഇപ്പോൾ ആഘോഷിക്കാം. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ മോളെയും കൂടി ഒന്ന് വിഷ് ചെയ്യണേ. ഏപ്രിൽ 12 ഓളുടെ ബർത്ത്ഡേ. ഇന്നലെ രാത്രി ആയതുകൊണ്ട് ഇന്നലെ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന ഇടുന്നുണ്ട്. ഓക്കെ, എൻ്റെ മോളെന്തോ പറയുന്നുണ്ട്, ഒന്ന് കേട്ട് നോക്കാം.